അസ്സലാമലൈക്കും സർ, പർദ്ദയുടെ ആയത്തിനെ പറ്റിയാണ് ചോദിക്കാനുള്ളത്. സൗദി അറേബ്യയിൽ ഒരു 5th ക്ലാസ് കഴിഞ്ഞാൽ പർദ്ദ മസ്റ്റ് ആണല്ലോ. അപ്പോൾ അവിടെയുള്ള അമുസ്ലിം സ്ത്രീകൾ ചോദിച്ചു, അവിടെയുള്ള അമുസ്ലിം സ്ത്രീകളുടെ സംശയം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇന്ത്യയിലാണെങ്കിലും ഈ ഫുൾ ഔറത്ത് മറയ്ക്കുകയാണെങ്കിൽ ചുരിദാറാണെങ്കിലും സാരി ആണെങ്കിലും പറ്റൂലേ, അവിടെ ആണെങ്കിൽ ഒരു പർദ്ദ തന്നെ യൂസ് ചെയ്യണം. പക്ഷെ നമുക്കിപ്പം ചുരിദാറാണെങ്കിലും ഫുൾ ഔറത്ത് മറയ്ക്കുകയാണെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ പറ്റൂല. എന്തുകൊണ്ടാണ് ഈ പർദ്ദ തന്നെ മസ്റ്റ് ആക്കിയത്? പിന്നെ പർദ്ദയിൽ എന്തെങ്കിലും സയന്റിഫിക് എന്തെങ്കിലും അപ്രോച്ച് ഉണ്ടോ? അങ്ങനെ ഒരു സംശയമുണ്ട്. സഹോദരിയുടെ ചോദ്യം, സൗദി അറേബ്യയിൽ പർദ്ദ നിർബന്ധമാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടെന്ന്. യഥാർത്ഥത്തിൽ അത് എന്നോട് ചോദിക്കേണ്ട ചോദ്യമല്ല, സൗദി ഭരണാധികാരികളോട് ചോദിക്കേണ്ട ചോദ്യം. എന്താ വിഷയം എന്ന് വെച്ചാൽ, ഇസ്ലാമിൽ ഒരു പ്രത്യേക വസ്ത്രം നിർബന്ധമാക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ശരീരത്തിൽ എവിടെയൊക്കെ മറക്കണം എന്ന വിഷയത്തിൽ കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. സഹോദരി തന്നെ നിരീക്ഷിച്ചതുപോലെ ഏത് വസ്ത്രമാണെങ്കിലും മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങൾ മുഴുവനും മറക്കുന്നതും ശരീരത്തിന്റെ നിമ്നോന്നതികൾ വെളിപ്പെട്ട് കാണാത്തതുമായ, മുടച്ചു കാണാത്തതുമായ വസ്ത്രം ഉപയോഗിക്കൽ സ്ത്രീക്ക് നിർബന്ധമാണ് എന്നാണ് ഇസ്ലാമിന്റെ രംഗത്തുള്ള കാഴ്ചപ്പാട്. സൗദിയിൽ പൊതുസ്ഥലത്ത് സ്ത്രീകൾ കറുത്ത അബായ തന്നെ, പർദ്ദ തന്നെ ധരിക്കണമെന്ന നിയമമുണ്ട്. അതിന് കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, അവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയിലെ യുവാക്കളെ പ്രത്യേകമായി ഉദ്ദേശിച്ചുകൊണ്ട് അവിടെ ഉണ്ടാക്കിയൊരു നിയമമാണ് എന്ന്. അത് കാരണം വ്യക്തമാക്കാം. സൗദി അറേബ്യയിൽ മുസ്ലിങ്ങളല്ലാത്ത ഒരൊറ്റ പൗരന്മാരുമില്ല. എല്ലാവരും മുസ്ലിങ്ങളാണ്, പൗരന്മാരെല്ലാം. ഏത് രാജ്യത്താണെങ്കിലും അവകാശങ്ങൾ ഉണ്ടാകുക ആ രാജ്യത്തെ പൗരന്മാർക്കാണ്. സൗദി അറേബ്യയിൽ മിഡിൽ ഈസ്റ്റിൽ എല്ലായിടത്തും കണ്ടെത്തിയതുപോലെ എണ്ണ ഖനനം ആരംഭിച്ചപ്പോൾ സ്വാഭാവികമായും ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് തൊഴിൽ തേടിക്കൊണ്ട് സ്ത്രീകളും പുരുഷന്മാരെത്തുകയും ഒപ്പം കുടുംബത്തെ കൊണ്ടുവരികയും ചെയ്യുന്ന അവസ്ഥാവിശേഷമുണ്ടായി. ലോകത്ത് വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ സ്വാഭാവികമായും സൗദി അറേബ്യയിലെത്തി. വസ്ത്രത്തിന്റെ വിഷയത്തിൽ അവർക്ക് കൃത്യമായ വിധിവിലക്കുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യേകം യൂറോപ്യന്മാർക്ക് നിങ്ങൾക്ക് വിശദീകരിച്ച് തരേണ്ട ആവശ്യമില്ല. അവരെടുക്കുന്ന വസ്ത്രങ്ങൾ പലതും വസ്ത്രങ്ങളാണെന്ന് നമ്മൾ അംഗീകരിക്കുക പോലുമില്ല. ആ ടൈപ്പ് വസ്ത്രങ്ങളാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയുടെ ഭരണാധികാരികളും അവിടുത്തെ പണ്ഡിതന്മാരും കൂടിയാലോചിച്ചു. ഇവിടെ വരുന്ന ആളുകൾ എന്നുള്ള നിലക്ക് ജോലിക്ക് വേണ്ടി വരുന്ന ആളുകളാണെങ്കിലും അവർക്ക് അവരുടെ സ്വൈരവിഹാരങ്ങൾ തടസ്സപ്പെടുത്താൻ പാടില്ല. എന്നാൽ അത് ഈ നാട്ടിലെ യുവാക്കളുടെ ധാർമ്മികതയെ ബാധിക്കുവാനും പാടില്ല. ആരുടെയും ധാർമ്മികതയെ ബാധിക്കുവാനും പാടില്ല. അങ്ങനെയാണ് അവർ ഏത് സ്ത്രീയാണെങ്കിലും, അത് മുസ്ലിം സ്ത്രീയാണെങ്കിലും അമുസ്ലിം സ്ത്രീയാണെങ്കിലും ഉള്ളിൽ ഏത് വസ്ത്രം എടുത്താലും പുറത്തിറങ്ങുമ്പോൾ സൗദിയുടെ ഒരു പൊതു സ്ത്രീ വസ്ത്രം എന്നുള്ള നിലക്ക് കറുത്ത അബായ എന്നറിയപ്പെടുന്ന, അവരബായ എന്ന് വിളിക്കുന്ന, ജിൽബാബ് എന്ന് വിളിക്കുന്ന വസ്ത്രം തന്നെ പുറത്തേക്ക് ഇടണം എന്ന് എയർപോർട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് പോകുമ്പോൾ അത് നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഉത്തരവുണ്ടായത്. അത് സൗദി അറേബ്യയിൽ ഒരു നിയമമാണ്. ആ നിയമം സ്വാഭാവികമായും ആ രാജ്യത്ത് തീരുമാനിക്കുവാൻ അവകാശമുണ്ട്. ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമമില്ല. മറ്റുള്ളവരെ ഇസ്ലാമികമായ വസ്ത്രം നിർബന്ധിക്കുവാൻ ഇസ്ലാമിന് നിയമമില്ല. അവിടെയും മറ്റുള്ളവർ ഇസ്ലാമിക വസ്ത്രം നിർബന്ധിക്കുന്നില്ല. പോയിട്ടുള്ള ആളുകൾക്കറിയാം, ശിരോവസ്ത്രം നിർബന്ധമല്ല മറ്റുള്ള സ്ത്രീകൾക്ക്. എന്നാൽ ഈ വസ്ത്രം എല്ലാ സ്ത്രീകൾക്കും നിർബന്ധമാണ്. അത് വസ്ത്രത്തിന്റെ കാര്യത്തിൽ കൃത്യമായ നിയമനിർദ്ദേശങ്ങളില്ലാത്ത ആളുകൾ അവിടുത്തെ പൊതുസമൂഹത്തെ മലിനീകരിക്കരുത് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അവിടുത്തെ പണ്ഡിതന്മാരും ഭരണാധികാരികളും തീരുമാനിച്ചതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
പർദ്ദയുമായി ബന്ധപ്പെട്ട് അതിൽ വല്ല ശാസ്ത്രവും ഉണ്ടോ എന്നാണ് ചോദ്യം. പ്രത്യേകിച്ച് ആ വസ്ത്രത്തിൽ പ്രത്യേകിച്ച് സയൻസ് എന്തെങ്കിലും ഉള്ളതായിട്ട് എനിക്കറിയില്ല. എന്നാൽ സ്ത്രീ പുരുഷ ബന്ധവും സ്ത്രീ പുരുഷ ശരീര ശാസ്ത്രവും പ്രകാരം സ്ത്രീയുടെ ശരീരത്തിലെ ശാരീരിക സൗന്ദര്യം തീർച്ചയായും പൊതു വേദികളിൽ പുരുഷനെ പ്രലോഭിതമാക്കുകയും അവനെ അക്രമാസക്തമാക്കുകയും ചെയ്യും എന്നുള്ളത് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ള വസ്തുതയാണ്. അവിടെ ഇസ്ലാം ഈ രംഗത്ത് നൽകുന്ന നിർദ്ദേശം വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായം സൂറത്ത് അഹ്സാബിലെ 59-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന ദാലിക അദ്നാ യുഅറഫ്ന ഫലാ യുഅദൈന. പ്രവാചകരെ താങ്കളുടെ പത്നിമാരോടും പെൺകുട്ടികളോടും സത്യവിശ്വാസികളുടെ സ്ത്രീകളോടും താങ്കൾ പറയുക, അവരുടെ ശിരോവസ്ത്രം അവർ മാറിലേക്ക് കൂടി താഴ്ത്തിയിട്ടുകൊള്ളട്ടെ, അഥവാ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങളെല്ലാം മറച്ചുകൊള്ളട്ടെ. ദാലിക അദ്നാ യുഅറഫ്ന ഫലാ യുഅദൈന. അതാണ് അവർ തിരിച്ചറിയപ്പെടുവാനും അവർ ആക്രമിക്കപ്പെടാതിരിക്കുവാനും നല്ലത് എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. സ്ത്രീകൾ അവർ മാന്യരായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എന്ന് ഉടയാട കൊണ്ട് തന്നെ തിരിച്ചറിയപ്പെടണമെന്നും അവർ ആ പേരിൽ ആക്രമിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ടായിക്കൂടാ എന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ മാന്യയായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവളാണ് എന്ന് തിരിച്ചറിയപ്പെടണം. അതോടൊപ്പം തന്നെ ആ പേരിൽ ആക്രമിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ടായിക്കൂടാ. ലോകത്തിന്ന് സ്ത്രീ പീഡനങ്ങൾ പരസ്യവും രഹസ്യവുമായി വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഓരോ 3 മിനിറ്റിലും ഇന്ത്യ രാജ്യത്ത് ഓരോ 3 മിനിറ്റിലും സ്ത്രീക്കെതിരെ ഒരു അതിക്രമം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നാഷണൽ ക്രൈം ബ്യൂറോയുടെ കണക്ക്. അപ്പോ അങ്ങനെയുള്ള അത് എല്ലാം പീഡനമല്ല, മറിച്ച് പലതരം അതിക്രമങ്ങൾ അതിൽ പീഡനവും ഉൾപ്പെടും. ചുരുക്കത്തിൽ ഈ പീഡനങ്ങളുടെ കാരണം അന്വേഷിച്ചുകൊണ്ട് പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാർ, അത് വിശദീകരിക്കാൻ ചോദ്യത്തിലില്ലാത്തതുകൊണ്ട് ഒരു ചോദ്യത്തിന്റെ പരിമിതിയിൽപ്പെട്ടുകൊണ്ട് വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ പീഡനങ്ങളുടെ കാരണങ്ങളിലൊന്ന് യഥാർത്ഥത്തിൽ സ്ത്രീയുടെ സൗന്ദര്യം കച്ചവട വസ്തുവാക്കുകയും സ്ത്രീ സൗന്ദര്യത്തെ വിപണനവൽക്കരിക്കപ്പെടുകയും സ്ത്രീ സൗന്ദര്യത്തെ പരമാവധി എക്സ്പോസ് ചെയ്യുകയും എല്ലാം ചെയ്യുന്ന പുതിയ സംസ്കാരമാണ്. അതുകൊണ്ട് തന്നെ ഈ പുതിയ സംസ്കാരം സ്ത്രീ സൗന്ദര്യത്തെ കച്ചവടവൽക്കരിക്കുന്ന, സ്ത്രീ സൗന്ദര്യത്തെ വിപണിവൽക്കരിക്കുന്ന, സ്ത്രീയെ വസ്തുവൽക്കരിക്കുന്ന, കേവലം ഒരു ചരക്ക് മാത്രമായി പെണ്ണിനെ അവതരിപ്പിക്കുന്ന ഈ വിപണിയുടെ സംസ്കാരം പെണ്ണിനെ അധപ്പതിപ്പിക്കുകയും അവൾ ആക്രമിക്കപ്പെടുന്ന അവസ്ഥാവിശേഷത്തിന് നിമിത്തമാവുകയും ചെയ്യുന്നു എന്നാണ് വളരെ കൃത്യമായ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ഈ നിർദ്ദേശം പൂർണ്ണമായും ശാസ്ത്രീയമാണ്, പ്രകൃതിപരമാണ്.